എന്ത് ചൂടാണല്ലേ. ഇന്നൊരാളെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്ന കാര്യം ഇതാണ്. ചരിത്രത്തിലെ ഏറ്റവും മോശം ഹീറ്റ് വേവ്സിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ കാര്യവും പറയേണ്ടതില്ലല്ലോ. ഈ ചൂട് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും എന്നതിൽ സംശയമില്ല. എന്നാൽ ഈ ചൂട് നമ്മുടെ എക്കണോമിയെയും ബാധിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാലോ. കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ 92% ആളുകളും അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. ഈ അസഹനീയമായ ചൂട് അവരുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുമെന്ന് മാത്രമല്ല, അവർക്ക് പല അസുഖങ്ങളും ഈവൻ മരണത്തിന് വരെ കാരണമായേക്കാം. ഇന്ത്യയിലെ കാർഷിക സമൂഹത്തെ കൂടെ കണക്കിലേക്ക് എടുത്താൽ കാര്യങ്ങൾ വീണ്ടും മോശമാവുകയാണ്. ഈ ചൂടിൽ വിളകൾക്ക് നാശം സംഭവിക്കുകയും വിളവ് കുറയുകയും ഭക്ഷണ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുകയും ചെയ്യും. ഇത് കർഷകരെയും കൺസ്യൂമേഴ്സിനെയും ഒരുപോലെ ബാധിക്കുന്നു. ഇത് കൂടാതെ ഇന്ത്യയിലെ വാട്ടർ റിസർവോയറുകളിൽ ജലനിരപ്പ് കുത്തനെ ഇടിയുകയാണ്. കണക്കനുസരിച്ച് അവൈലബിൾ വാട്ടറിന്റെ അളവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 17% കുറവ് വന്നിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ കാര്യം വീണ്ടും മോശമാണ്. 42 റിസർവോയറുകളും 23% കപ്പാസിറ്റിയിലാണ്. നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല ഈ ചൂട് ബാധിക്കുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെ കൂടിയാണ്.